നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടല്ലോ നിങ്ങൾ? ഞാനോ? എന്തിനാണ്? ഞാൻ അയാളെ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ അയാൾക്ക് എന്തില്ലേ കിതാബ് എഴുതിയില്ലേ ഇപ്പൊ ഇവിടെ? നിങ്ങൾ എന്താ പറയുന്നത്? ശരി, അതൊക്കെ ഏത് വിഷയത്തിൽ? ഞാൻ അയാൾക്ക് എതിരിൽ പരസ്യമായിട്ട് ഇവിടെ കിതാബ് എഴുതി അച്ചടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞ് ഈ കൈറോല്. പിന്നെ അയാൾ ആരാ എനിക്ക്? അല്ല വിഷയം ദുരന്തമല്ല, ഊരൊന്നും ദീനല്ല പറയുന്നതേ. വിഷയം പറഞ്ഞു സാർ, നമുക്കറിയാലോ, നമുക്ക് പഠിക്കാറ് പുതിയ വിഷയമാണെങ്കിൽ. ആ പുസ്തകം നിങ്ങൾ കേരളത്തിൽ ഇപ്പം പഠിക്കുന്നുണ്ടാവും. കേരളത്തിൽ ഇൻഷാ അല്ലാഹ് 25 കോപ്പി കോട്ടക്കൽ ദാറുൽ കിതാബിൽ അറബിയിലേക്ക് ഇപ്പൊ സെൻഡാക്കും അടുത്ത ആഴ്ച. അല്ല ഉസ്താദ്, വിഷയം ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഏതാ വിഷയം? അവിടെ ചെലവാകും ചെയ്യും. ഏത് വിഷയം? ഇയാൾക്കെതിരെ അലിജുമക്കെതിരെ കിതാബ് ഏതൊരു വിഷയം? അയാളുടെ സുന്നി വിരുദ്ധ നിലപാടുകളല്ലേ മസലൻ എല്ലാം കൂടി പെണ്ണി പറയാൻ കഴിയും. എന്നാ ഒന്നോ രണ്ടോ പറഞ്ഞേ? ഒന്നര രണ്ടാന്ന് പറഞ്ഞാൽ ഇമാമികളോ കിതാബുള്ള അനുസരിച്ച് പത്ത് കൊടുക്കൽ നിർബന്ധം. ഒന്നും അതന്നെ ഏറ്റവും വലിയ, അതന്നെ ഏറ്റവും വലിയ സുന്നി വിരുദ്ധതല്ലേ. അത് അയാളെ ഔദ്യോഗിക ആധികാരിക പ്രഖ്യാപന, അയാളെ ആധികാരിക സൈറ്റ് വെബ്സൈറ്റിലുണ്ടത്, വേണമെങ്കിൽ തുറന്നു നോക്കിക്കാം. അലിമുൽ അല്ലാമ എന്നുള്ള സൈറ്റ്. കേരളത്തിലെ വഹാബികളെ കൈ കിട്ടാത്ത അതിന് നമ്മൾ പ്രത്യേകിച്ച് നേർച്ചയായിക്കോട്ടെ. കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാം മറുപടി പറയാൻ നേരം ഉണ്ടാവും. അടുത്താഴ്ച കിട്ടുന്നല്ലോ 25-ാം തീയതി. ആളെ മുഖത്ത് നോക്കിയിട്ടല്ല നമ്മള് കാര്യം പറയാം. നമ്മള് വിഷയം പഠിച്ചനുസരിച്ച് പറയാം. അയിമല് തട്ടുന്നവര് തട്ടും, മുട്ടുന്നവര് മുട്ടും. അറബിയിലല്ല, കുഴപ്പമില്ല. ഇവിടെ പറയുന്നത് എനിക്ക് അടുത്ത പിന്നെ നിയമം കാര്യമൊന്നുമല്ലോ. ഒരു വിദേശി അവിടെ പോയിട്ട് അവിടെയുള്ള ഒരു പിന്നെ ഗ്രാൻഡ് മോസ്റ്റിക്കെതിരെ കിതാബ് നിന്ന് അവിടെ നിയമതടസ്സങ്ങളൊന്നുമില്ല. നിയമതടസ്സം എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് പോകേണ്ടത് അത്രയുള്ളൂ, വേറൊന്നും ചെയ്യാൻ. നിങ്ങളുടെ പേര് വെച്ചിട്ട് നമ്മള് SS ചങ്ങലയിൽ നിന്ന് ഒരു പറഞ്ഞ പേര് നിങ്ങളുടെ പേര് തന്നെ ചങ്ങലയിൽ എന്റെ പേര് വെച്ചിട്ട് തന്നെ ശരിക്കും. എന്താ 500ഓളം പേജുള്ള കിതാബാ. മൂപ്പർക്ക് എതിരുള്ള ഒരു കിതാബല്ലേ, അത് വേറെ കിതാബാണ്. അതിന്റെ ആമുഖത്തില് മൂപ്പരുടെ നയങ്ങളെ പരസ്യമായിട്ട് ഗണ്ണിച്ചോണ്ട് എഴുതി മാത്രമേ ഉള്ളൂ. അല്ല മൂപ്പർക്ക് എതിരില്ലായിട്ട് കിതാബ് എഴുതാൻ മാത്രം മൂപ്പരുണ്ടോ? എന്താ കിതാബിന്റെ പേര്? കിതാബിന്റെ പേര് തറാജിമു ഉലമാഇ ശാഫിഇയ്യ ഫിദ്ദിയാരിൽ ഹിന്ദിയ. മാഷാ അല്ലാഹ്. 500 പേജോ? 478 പേജ്. മാഷാ അല്ലാഹ്. മബ്റൂക്ക്. നിങ്ങൾ മബ്റൂക്ക് നിങ്ങൾ അല്ലല്ല വ്യക്തിപരമായി എനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട്. അല്ല അത് എനിക്ക് താല്പര്യമില്ലാത്തത്. അവിടെ ഉള്ള നല്ലൊരു ശതമാനം ആളുകളെ നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ പൊട്ടാണ് ഇപ്പോ ഈ ചെറുപ്പമൊക്കെ. പക്ഷേ ഏത് ഹബീബായിരുന്നാലും ശരി, ആ സാധനം വിറ്റിട്ടുള്ള ദുന്യാവുണ്ടല്ലോ, അത് വേണ്ട. അത് നമ്മൾ വെക്കണ്ടല്ലോ. തന്നെ നമ്മളെന്തിനാ വെക്കുന്നത്? നമ്മളിപ്പോ ആരോ നമ്മളാർക്കും വെക്കാൻ എന്തെയ്യുന്നില്ല എന്നാലും ശ്രമിക്കുന്നില്ല. വെക്കുന്നവർക്ക് നമ്മളോട്ട് തലവെച്ച് കൊടുക്കുകയും ചെയ്യുന്നില്ല. ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള നിങ്ങളൊക്കെ അധികാരത്തിലിരിക്കുന്ന ക്ലാസ് റൂമിലല്ലേ ഈ സംസാരം നടന്നത്? പുസ്തകം എന്നാൽ 500 അതല്ല. നമ്മള് രണ്ട് ധ്രുവങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ കൂട്ടി വായിക്കണം. കാരണം ഇത് ഒന്നല്ലാതെ മറ്റൊരു രൂപത്തില് മനസ്സും ശരീരവും ആകെ ഇങ്ങനെ തരിച്ചു കുട്ടിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ തരിച്ചു പിടിച്ചിട്ട് ഓരിടയിൽ പെട്ടെന്ന് നമ്മളൊരു വിഷയം പറഞ്ഞാൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ എന്ത് ചെയ്യും പറഞ്ഞാല് ദോഷം ഉണ്ടാകുക. അപ്പൊ നമുക്ക് ആ ചർച്ച നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമുക്ക് മുകളെത്താ വൈകിട്ട് വിഷയം പറയുന്നത് ഞാൻ വൈകിട്ട് അടിച്ചു വന്നില്ല. അതിലൊരു പ്രതിഷേധമുള്ള രൂപത്തില. പിന്നെ അതിനെ പിറ്റേന്ന് മൂപ്പർ വരാൻ പറ്റുക വൈകിട്ട്. എവിടെയെങ്കിലും പോയിട്ടോട്ടെ, മൂപ്പർക്ക് വേണ്ടി നമ്മളെ ദീ വെക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറഞ്ഞത് മൂപ്പര് പോയി പണി വെക്കോട്ടെ. അല്ലാതെ ഞാൻ പറഞ്ഞേക്കിങ്ങള്. അപ്പൊ ഇന്ന് ചർച്ച കൊണ്ടുവരാൻ നോക്കിയപ്പോ നമ്മളെ ചർച്ച തിരിച്ചു വിട്ടു. മൂപ്പരവിടെ മല പോകണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. മൂപ്പരെന്തിനാണ് പോണത്? അവിടെ ഇത് ടെൻസ് തോന്നിയ ദിവസം നടക്കുന്ന റൂമല്ലേ. അപ്പൊ നമ്മളെന്താന്ന് പറഞ്ഞാല് നമുക്ക് ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നത് എന്ന് പറഞ്ഞാല് ഈ ദീന് പറയാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരമാണ് ഗൗരവമായിട്ടുണ്ട് ഒരു അവസരം. അതൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാവും ഹബീബി. അവസരങ്ങൾക്ക് അള്ളാഹു തആല ഈ ഇഖ്ലാസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വിജയം ഉണ്ടാവും. ഇഖ്ലാസിനെ തോൽപ്പിക്കാൻ പറ്റിയ സാധനം ഇവിടെ ദുനിയാവിപ്പല്ല. അതൊന്നുമില്ല. ഇല്ലാന്നുള്ള തെളിവല്ല നമുക്കിപ്പോ ഈ ഗ്ലോബലായിട്ട്. അയ്യോ അന്ന് നമ്മക്കത് ഉണ്ടേനി. ഇപ്പൊ ഞമ്മക്ക് ഒരു കുറവില്ല.
ആ വിഷയത്തിൽ ഒരു കുറവില്ല. ഇപ്പോ ഒരു 10 മാറ്റം അങ്ങോട്ട് കൂടാന്നല്ലാതെ ഇങ്ങോട്ട് ഈ ഗ്ലോബൽ വോയിസിലുള്ള ഒരുപാട് നിരപരാധികളെ ഞാൻ പറയുന്നില്ല. കുമ്മോളിക്കൊക്കെ അയാളെ മുമ്പിൽ ഞാൻ പിന്നെ വേറൊരു സ്ഥാനത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ തുറന്ന് കാണിച്ചു കൊടുത്ത് ആടെ അനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തതാണ്. എന്നിട്ട് മൂപ്പർക്കൊന്നും നേരം വെളുത്തിട്ടില്ല. പിന്നെ എന്താ ചെയ്യേ? എന്തൊക്കെ സഭാഗത്തെ അയാൾ ഇന്ന് വിളിച്ചു. കേൾക്കണോ? ഇനി കുറച്ച് ടീം ഇവിടുന്ന് പോകാണ്ട് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കിക്കോളൂ. കുറച്ച് ടീമേ മറ്റേ ഗ്രൂപ്പിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാം. അതാണ് ചോദിച്ചത്, എത്ര ആളുടെ കയ്യിലുണ്ട്? കുറച്ചുണ്ട്, സംഗതി ഉണ്ട്. അല്ല, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാം. നമ്മളിപ്പോ അങ്ങനത്തെ ഒരു ലിസ്റ്റാണ് ഇപ്പൊ പരിധി നടക്കുന്നത്. എന്തിനാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്താ കട്ടം വിചാരിച്ചത്? അതെന്താ കാട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് എന്തായാലും അവർ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ഒരു പക്വമായ തീരുമാനങ്ങൾ അയാൾക്ക് ആ ആളുകളെ ഒന്നിച്ചെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത മുഷാവറ എത്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ആ മുഷാവറയിലേക്ക് നേരിട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫംഗ്ഷനിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ല. ഈ വിഷയത്തിന് ഇനി പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇത് ഞങ്ങൾ മാത്രമല്ല, ഇത് ഞങ്ങൾ കുറച്ച് ആളുകളുടെ എന്നാലും തുറന്ന് പറയാനുള്ള അവസ്ഥയാണല്ലോ കാണുന്നത്. ഇതൊക്കെ എത്ര കാലമായി നമ്മൾ പറയാൻ തുടങ്ങി. ഇത് മാറോ? നിങ്ങൾ പറയുന്ന ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ഉണ്ടല്ലോ, അത് ഇമാമത്ത് ആയിട്ട് നിന്നിട്ട് ഒരാൾ വാട്ടിൽ പോയി പറയാനുള്ള ചങ്കുറ്റുള്ള ആരല്ലേ? നിങ്ങൾ ഇവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായോ വിഷയം? അതാണ് ചോദിച്ചത്. അതാരാണ്ട്? ആരുമില്ല. ഒരു വാർത്തെന്ന് പറയുന്ന ആളുകളില്ല. ഒരു വാർത്ത വാർത്ത ഓല് മാറുന്നത് ഹയറിന് വേണ്ടി ആയിക്കോണമെന്നില്ല. ഓല് ചിലപ്പോ അപ്പുറത്ത് പോയാൽ കാശ് കിട്ടും, സ്ഥാനം കിട്ടും, ഒക്കെ കിട്ടും. അപ്പുറത്ത് കിട്ടാൻ അങ്ങനെ പോകുന്നവരെ നമ്മൾ ഈ വിഷയം പറഞ്ഞത് അല്ല, അതൊക്കെ മറ്റൊരു കാര്യം. അങ്ങനെ പോയാൽ ഓല ദീനോ ഓൽക്ക് ആശ്രയത്തൊക്കെ അതൊന്നുമല്ല നമ്മളെ ചോദ്യം. ഞങ്ങളുടെ സംസാരാവില്ല എന്നതാണ്. ഇല്ലല്ല, നമ്മൾ ഈ വിഷയത്തിൽ ഇത്രേ കാണുന്നുള്ളൂ എന്നതാണ്. ഇത് പറച്ചോടെ പൊടിച്ചിട്ട് ആരൊക്കെ ചിന്തിക്കുന്നുണ്ട്? കൽപ്പിന്റെ ഉള്ളിൽ തുറന്നു വെക്കാനൊന്നും കഴിയൂല. ജലസേചനം നിർത്തിവെക്കാനുള്ള മാർഗം അതങ്ങനത്തെ അത്ര വിഷയങ്ങൾ മാത്രം തൽക്കാലം തന്നെ. അല്ല, ഇത് നമ്മൾ കഴിഞ്ഞൊല്ലം പറഞ്ഞില്ലേ നിർത്തിക്കണം, നിർക്കൊല്ലം നിന്നാ അതാ പറയുന്നത്. അതിന് അങ്ങനത്തെ പറഞ്ഞു അതിന്റെ ഇരട്ടിയായി പറഞ്ഞേ അത് നമ്മള് പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെന്താക്കിയിട്ട് നമ്മളിപ്പോ അയാളെന്ന് പറയും ചെയ്തു. പുസ്തകങ്ങൾ ശ്രദ്ധിച്ചിനെ കുമ്മോളിന്ന് പറയും ചെയ്തു AP സ്ഥാനങ്ങൾ എതിർക്കും തോറും അത് വളരുകയാണ്. എന്താ പറയുന്നത്? ഞാനേതായാലും ഇല്ല, നിങ്ങളെ കൂട്ടത്തിലില്ല. നമ്മള് നേരത്തെ പറഞ്ഞിരിക്കണം, ഈ ചെയ്യുന്ന ചണ്ടിത്തരൊക്കെ ഇനി മേലെ ആവർത്തിക്കുവാനാണ് പരസ്യമായിട്ട് നമുക്ക് ഉറപ്പ് കിട്ടിയാൽ അന്ന് വരാം. പോട്ടെ കഴിഞ്ഞൊക്കെ നമ്മൾ വിടാം. ഇനി മേലാലും ഇങ്ങനെ ആവർത്തിക്കൂല എന്നൊരു ഉറപ്പ് നമുക്ക് തന്നാൽ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നിന്ന് തന്നെ പറയും, സുന്നത്തമാത്ത് പറയും. ഇത് ബാക്കി പക്കറല്ലേ? അങ്ങനെയാണ് നമ്മൾ അതായത് മറ്റുള്ള ആളുകളിൽ നിരുത്സാഹപ്പെടുന്നത്. കാരണം ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വളരെ ഇത്രയൊക്കെ എങ്ങനെ നോക്കിയ ഇത്രയൊക്കെ വിഷയങ്ങളും വിവാദങ്ങളോ പ്രശ്നങ്ങളോ അനുകൂലമായ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും നമ്മൾ എത്രത്തോളം ഇത് പിടിച്ചു നിർത്തുന്നുണ്ട്. അത് നിങ്ങൾ ആ ഭാഗം ചിന്തിക്കാത്തത്. അതൊരു നിങ്ങൾ നോക്കി അപ്പുറത്തും മറ്റുള്ള കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളല്ല എല്ലാ ഏരിയകളും നോക്കി, പിന്നെ മലബാറിൽ നോക്കി, മറ്റുള്ള ക്ലാസ് എല്ലാം ഇതല്ല. ഇതൊക്കെ എന്തായിട്ടും നമ്മൾ ചാപ്റ്റാണല്ലോ കേരളം നമ്മളെ റൂം തുടങ്ങിയിട്ട് പോലും നമ്മൾ എത്ര സൂക്ഷിച്ചാൽ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് വലിയൊരു ശതമാനം ഇപ്പൊ നിങ്ങൾ പറയുന്ന സത്യമാണ്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്, നന്ദിയുണ്ട്. അതേ സമയത്ത് ഇവിടെ ഇനിയും കുറെ ആലിക്കുട്ടി പൈസകളുണ്ടേ മൈക്ക് കിട്ടിയത് മാത്രം പറയുന്നേ. നമ്മളെ അവൻ മാനസിക അവർക്ക് അറിയാത്ത ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുക. ഓരോടൊക്കെ തുറന്നു പറയാൻ പറ്റില്ല. ഓരോട് നമുക്ക് കുറെ മുഖ്ലിസികളായ ചില ആളുകളോട് ചില കാര്യം തുറന്നു പറയാൻ പറ്റുള്ള നമുക്കറിയൂടെ. അത് ചിലപ്പോൾ എന്താ വേറെന്തെങ്കിലും വിസ്ഫോടനം ഉണ്ടാവുന്നതുകൊണ്ട് എന്തായാലും ഓരോ ഉത്തരവാദിയല്ല. ഇപ്പൊ ഇതിന് ഓരോ ഇതിന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓരോ ഉത്തരവാദിയല്ല. ചെയ്യിച്ച ആളുകളുടെ ഉത്തരവാദിയാവുന്നു. അവനോട് ഈ വിഷയം പറയുന്ന നിങ്ങൾക്ക് ചുരുങ്ങിയത് ഏത് വിഷയം? മൂപ്പരോട് പറയും നിങ്ങൾ മേലാലും മൈക്കെടുത്തിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കരുത് പറഞ്ഞൂടെ?
അവർ ഈ ആയിക്കോട്ടെ, എന്നാലും വേണ്ടില്ല. നമ്മൾ ആ വിഷയം ഇവിടെ നിർത്തി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഹക്കോ ബാക്കിയുള്ള മറ്റൊരു വിഷയം, ആ വിഷയം മേലാലിന് അങ്ങനെ ഒരു തീരുമാനം പാസ്സാക്കാൻ കഴിയോ? അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അവസ്ഥ ഞാൻ പറയാം, നമുക്ക് തീരുമാനിക്കാം. നിങ്ങളിപ്പോ എന്തുകൊണ്ട് ഇത് പറയാൻ പാടില്ല എന്ന് പറയുന്നത്? ഞാൻ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കുറെ സാധുക്കളുണ്ട്, അവരെ ഈമാൻ നഷ്ടപ്പെട്ടാക്കിയിട്ടുണ്ട്. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത് അല്ലാന്ന് ബോധ്യപ്പെട്ടോണ്ടല്ലോ ഇപ്പൊ നിങ്ങള് പറഞ്ഞത് അല്ലേ? അതന്നെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും വികാരപരമായിട്ട് ഈ വിഷയം അതാണെന്നും അതിന്റെ അസലും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളുകൾ അപ്പുറത്തും അതേ രൂപത്തിലാണ് കാണുന്നത്. അതിനേക്കാൾ കൂടുതൽ ഇതിനേക്കാൾ ആവശ്യത്തിൽ നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ആവശ്യത്തിൽ പൊന്മുളുസ്തവാണ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ ആദ്യം അതിനെപ്പറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആലിക്കുട്ടിനെയും അല്ലാണ്ട് പിന്നെ കീശേരിനും ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഒരിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാ, ചെയ്യാൻ പറ്റുന്ന വിഷയത്തിലേക്ക്. അതാണ് ഞാൻ ഉസ്താദിനോട് ചോദിച്ചത്, ആരോട് അതൊരു ഉസ്താദിനോട് ഇപ്പൊ ചോദിച്ചത്. അങ്ങനെ ഒരു ടീം നമുക്ക് നിലവിൽ ഇപ്പൊ ഇങ്ങനെ പോകുന്ന പറയപ്പെടുന്ന ടീം മുസ്ലിങ്ങളായ ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിൽ രംഗത്ത് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. അത് രംഗത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പബ്ലിക് ചെയ്തിട്ട് ഇങ്ങനെ ചർച്ച എന്നുള്ളതല്ല നമ്മളെ വിഷയം. ഈ രണ്ട് വിഷയം, ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇനി ഈ വെള്ളത്തെച്ചോടം ചെയ്യുക, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥ ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇതിന്റെ പേരും പറഞ്ഞ് നമുക്ക് പത്ര ആവശ്യമുള്ളൂ. ഇവര് ഈ പരസ്യമായിട്ട് ഇനി ഇതിന്റെ പേരിലൊരു ഇതുണ്ടാക്കണം, ഉണ്ടാക്കരുതെന്നുള്ളത് നമ്മൾ കാണുന്നു. അല്ല, ഈ വേസ്റ്റാറിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം. ഇന്നത്തെ എന്താ ഇക്കോലത്ത് കളിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ചോദിക്കുന്നത്, വിഷയങ്ങൾ ആർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇയാളൊക്കെ ചില്ലറക്കാരനാ. വേസ്റ്റാർ ഒരു കഥ പറഞ്ഞ കഥ ഞാൻ ഒരു സമ്മേളനത്തിന് ഈ വേസ്റ്റാർ ഉണ്ടല്ലോ, ഈ പിന്നെ തോട്ടുമുഖത്തിന്റെ മനസ്സിലായി. വേസ്റ്റാർ ഒരു ഫലസ്തീനി അറബി വന്നിട്ട് പരിഭാഷപ്പെടുത്തി കൊടുത്തു ഷെർഫ് മർക്കസ് സമ്മേളനത്തിന്. എന്നിട്ട് രസം കേക്ക്, ഫലസ്തീനി അറബിനെ സാധാരണ നമ്മളൊരു കൊണ്ടുകൂടി നിൽക്കുന്ന നെടുമ്പാശ്ശേരിയിലെ കരിപ്പൂരില്ലേ, അതെ. വേസ്റ്റാർ നേരെ പോയ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ബാംഗ്ലൂരിന്ന് വന്നതൊക്കെ ആക്കിയ മൂപ്പരെ ബസ് കെട്ടിയിട്ട് വേസ്റ്റാറ് സലാം പറഞ്ഞു തുടങ്ങി. നടക്കലുണ്ട്. ഇന്ന് ശരിക്കും മറ്റേ ന്യൂസ് റീഡറില്ല, നിങ്ങൾ കേട്ടോന്നറിയില്ല, ഒരു പെണ്ണ് അവളെ പേരെന്തേലും പഠിച്ചവനെ വീണിയാ വയലിൻ എന്തോ സാധനം ഓള് പോയിട്ട് ഇൻഡേഷൻ ചോദിച്ച് പിന്നെ ഡോക്ടർ ചുള്ളിക്കോട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാവും. മൂപ്പര് അത് നല്ല തന്ത്രപരമായിട്ട് സ്കിപ്പ് ചെയ്യാം. മൂപ്പര് എന്തിനാ തുർക്കിയിൽ നിന്ന് വന്ന ആള് കൊടുത്ത ബുക്കിൽ ഇങ്ങനെ ഉണ്ട്, മറ്റേ ബുക്ക് എന്തെന്നാ ഇപ്പൊ പറയുന്നത്. അതിന്റെ അടിയിൽ തന്നെ ഉണ്ട് പിന്നെ വ്യക്തമായ ഇതിൽ കത്തയ്യ ഒരു തെളിവ് ഇല്ലാത്ത കാലത്താണ് സ്ഥിരപ്പെടുക. മറുഭാഗം പറയുന്നുണ്ടല്ലോ നമ്മൾ 100 തെളിവ് കൊടുക്കുക ഇതല്ലാന്നല്ലേ. വെറുതെ എന്താ പറഞ്ഞു വഷളാന്നല്ല നാടുകളെ മുമ്പിൽ. എന്നിട്ട് പൊട്ടന്മാരെ കുറെ ആൾക്കാർ വന്നിട്ട് കൂടുന്നുണ്ട്. എന്തന്മാരെ നടക്കുമ്പോൾ ചർച്ച ഇന്നിപ്പോ സാധാരണക്കാരായ ചില ഒരു 5-6 ആളുകൾ ഭയങ്കര സജീവമായ ആളുകൾ എന്നോട് ചോദിച്ചിട്ട് ഈ വിഷയത്തില് അവരൊക്കെ അടർച്ച വെച്ച് നിൽക്കുന്ന ഓമകൾ കേൾക്കുന്നുണ്ട്. അല്ലാതെയുള്ള സംഘടനാ പ്രവർത്തകരായ ഷെർഫ് ഞാൻ അതിന്റെ ഹുക്കുമും കാര്യമൊന്നല്ല പറയുന്നത്. അയാള് പലവട്ടം ഞാൻ അവിടെയുള്ള ഒരു ഫലസ്തീനെ വിളിച്ചപ്പോഴും ഫലസ്തീനല്ല സിറിയക്കാരനെ വിളിച്ചപ്പോൾ അതിൽ ബന്ധപ്പെടുത്തപ്പോ എന്തായി, ഈ മുടി കുട്ടിയുടെ മുടിയിൽ മിക്സ് ആയിട്ട് വേർതിരിക്കാൻ പറ്റാത്ത ഒരു ഘട്ടം വന്നു. അങ്ങനെ ഈ കുട്ടിയുടെ മുടി മൊത്തം പൊടിച്ച്, അതായത് കട്ട് ചെയ്ത് ട്രിമ്മർ ഉപയോഗിച്ചിട്ട്, എന്നിട്ട് എല്ലാ മുടിയും കൂടി തീരിട്ട്, എന്നിട്ട് ഒരു മുടി അതിൽ നിന്ന് വേർതിരിഞ്ഞ് കിട്ടി. ആ കഥ പറഞ്ഞത് ഇയാൾ ഒന്നായിട്ട് ഉള്ളൊരു സിറിയക്കാരനാ. അത് ഇയാൾ പറഞ്ഞ കഥയായിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും മഷൂറായ ഒരു സംഭവം ഷെർഫു അല്ല, നമ്മളാ വിഷയം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പരസ്യമായിട്ടൊരു ഇത് നടത്തിയാൽ കേൾക്കണ്ട, ഞാൻ പറയേ, അതായത് ഇന്ന് ഇസ്ലാമിന് മറ്റേ പ്രബോധനം നടത്താൻ വലിയ അവസര ഇത് രണ്ടാക്ഷരം നടത്തി വിജയിച്ചു കഴിഞ്ഞാൽ
ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? സുഹൃത്തെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊന്നും പോലെ അത് തയ്യാറാവില്ല. നിങ്ങൾ വേറെ പണി വല്ലതുണ്ടോ? അതെ അതെ അത് ഇവരിന് മേലാലും നോണ പറച്ചിൽ നിർത്തുന്നുള്ളത് ബാക്കി എനിക്ക് വേറൊന്നും വേണ്ട. ഞാനങ്ങനെ അവിടെ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞ്. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമുണ്ടോ നമുക്ക് ചോദിക്കാം. സത്യം പോരാ, കഴിഞ്ഞതിലൊരു തോപ ചെയ്യൂല. എനിക്ക് വില പറ്റി അറിയാം, എനിക്ക് വിശാറിനൊക്കെ അറിയാം. നമ്മൾ നാടൻ വർത്താനം പറയല്ലോ, ഒരു കളവ് പറഞ്ഞാൽ നിർത്താൻ പറ്റും 1000 കളവ് പിന്നെ പറയുന്നു. ഞാൻ അതിന്റെ ഇടയിൽ നിങ്ങളൊരു കാര്യം ചോദിക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്തൂടെ? അതായത് ഒന്ന് UAE ഔക്കാഫിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലെറ്റർ കിട്ടൂടെ? അതുകൊണ്ടെന്താ കാര്യം? അതിനും ഞാനില്ല, എനിക്കായാലും താല്പര്യമില്ല. ഷെറഫ് ഈ രണ്ടിലൊന്നും സംഭവിക്കും. ഞാൻ ഒറ്റ വാക്കി പറയാം. ഔക്കാഫിൽ ലെറ്റർ കൊടുത്താൽ ഒന്നുകിൽ പോലും പറയും അത് ആണെന്ന് പറയും, അല്ല എല്ലാന്ന് പറയും. ആണെന്ന് പറഞ്ഞാൽ കാന്തപുര വിഭാഗത്തിന് ഒന്നുകൂടി ശക്തി കൂടി. കണ്ടില്ല UAE ഔക്കാഫ് പോലും ഇത് പറഞ്ഞെന്ന് പറയും. ഇനി അല്ലാന്ന് പറഞ്ഞാൽ പറയും അത് മിസറിലെയും സൗദിയിലെയും വഹാബികളാണ് ഔക്കാഫില്ല, അതുകൊണ്ട് പോലും സ്വീകരിക്കില്ലെന്ന് പറയും. അല്ല അങ്ങനെയല്ല മൂന്നാമതൊരു മറുപടിയല്ലേ വരുമോ? അതെ 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 അങ്ങനെ തന്നെ ഉണ്ടാവും. അതേ വരുള്ളൂ. നമ്മൾ വെറുതെ ഈ മെനക്കെടുന്നതിന് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കാനുള്ള എന്താ മാർഗം ഉണ്ടോ നോക്കുന്നത്? അല്ല വേണ്ട. പിന്നെ ഹസ്രജ് മൂപ്പര് കോഴിക്കോടൊന്നും പ്രസംഗിച്ചില്ല. നിങ്ങൾ ഒരു 2-3 ആളെ നിങ്ങൾ സെറ്റാക്കുമോ? ഷെറഫും ഹസ്രജിന്റെ അടുത്ത് അയാൾ മാന്യമായിട്ട് അയാൾ ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളല്ലേ, അയാളുടെ അടുത്ത് പോയി ഇതിന്റെ നിജസ്ഥിതി അറിയണമെന്ന് ചോദിക്കാൻ പറ്റി തന്റെ ഉള്ള ആരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നിങ്ങളോട് ഞാൻ അന്ന് പറയേണ്ടത് ഷെർഫിനെ ശക്തമായി ബ്ലോക്ക് ചെയ്തത്. സത്യത്തിൽ ഞാൻ അബുദാബി പോയി എന്റെ മുഖ്യ ലക്ഷ്യം ഈ ഒരു ലക്ഷ്യത്തിനായിരുന്നു. പിന്നെ പഠിച്ചവന്റെ കളാവ് ഞാൻ ജയിലിൽ കിടക്കാൻ ഇങ്ങനെ ഡിങ്കോളി കുറെ ഇടങ്ങാറായതുകൊണ്ട് പിന്നെ കാര്യം നടന്നില്ല, അയാളെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഉസ്മാൻ സഖാഫി തന്നെ അവിടെ പിടിച്ചു.